ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട് കാണുന്ന, എപ്പോഴും വരാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. നമ്മളൊന്ന് നോക്കിയാലോ, എന്താണ് ആ ചോദ്യം? വർണ്ണന തയ്യാറാക്കാം. ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും, വർണ്ണനയോ, എങ്ങനെയാ വർണ്ണിക്കാന്നല്ലേ? അപ്പൊ നമുക്കൊരു മോഡൽ, ഒരു മാതൃക കണ്ടു കഴിഞ്ഞാലേ നമുക്കത് തയ്യാറാക്കാൻ വളരെ എളുപ്പമല്ലേ? അപ്പോൾ മിക്ക പരീക്ഷയ്ക്കും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, വർണ്ണന തയ്യാറാക്കുക. ഒന്നുകിൽ പ്രഭാത വർണ്ണന, രാവിലത്തെ വർണ്ണന അല്ലേ, അല്ലെങ്കിൽ സന്ധ്യാനേരത്ത്, ഇല്ലെങ്കിൽ ഏതെങ്കിലും മനോഹരമായ ഒരു കാഴ്ച, പ്രകൃതി കാഴ്ച അല്ലേ, പ്രകൃതിയിലെ മനോഹരമായ ഏതെങ്കിലും ഒരു കാഴ്ച നമ്മളോട് വർണ്ണിക്കാൻ പറയും. ചിലപ്പോൾ എന്തെങ്കിലും ഉത്സവത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും വർണ്ണിക്കാൻ പറയാ. അപ്പൊ വർണ്ണന എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് എളുപ്പത്തിൽ എഴുതാലോ അല്ലേ? അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ കാണണം. അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊന്നും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിലേ ഇപ്പോൾ ജോയിൻ ചെയ്തേക്കണം കേട്ടോ. ഓക്കേ, പ്രഭാതത്തിലെ പ്രകൃതി വർണ്ണനയാണ് ഇപ്പൊ ടീച്ചർ പറഞ്ഞു തരുന്നത്. പ്രഭാതം എന്ന് പറഞ്ഞാൽ രാവിലെയാണ് അല്ലേ? രാവിലത്തെ ആ ഒരു പ്രകൃതിയെ നമ്മൾ എങ്ങനെയാ വർണ്ണിക്കുക? ടീച്ചർ ഒന്ന് പറഞ്ഞേരേ. ഇരുട്ടിന്റെ കരിമഷി മെല്ലെ അലിഞ്ഞു. അതായത് പ്രഭാതമാവുമ്പോ എന്താണ്? സൂര്യൻ ഉദിച്ചു വരുന്നുണ്ടാവും. അപ്പോൾ ഇരുള് മാറി വെളിച്ചമാകും അല്ലേ? ഇരുട്ടിന്റെ കരിമഷി മെല്ലെ അലിഞ്ഞു അല്ലേ? സൂര്യൻ ഉദിച്ചു വരുന്നു എന്ന് എഴുതുന്നതിന് പകരം, അല്ലെങ്കിൽ രാവിലെ ആകുന്നു എന്നതിന് പകരം, ഇരുട്ടിന്റെ കരിമഷി മെല്ലെ അലിഞ്ഞു എന്ന് കുറച്ചുകൂടെ വർണ്ണാത്മകമായി വർണ്ണിച്ചുകൊണ്ടാണ് ടീച്ചർ എഴുതിയത്. കിഴക്കിന്റെ മുഖത്ത് കുങ്കുമവർണ്ണം പരക്കുന്നു. കിഴക്ക് സൂര്യൻ എന്ത് ചെയ്യുന്നു? ഉദിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ അവിടെ ഒരു കുങ്കുമവർണ്ണം പരക്കുന്നു അല്ലെ? കിഴക്ക് ഭാഗത്ത് ആദ്യം നമ്മൾ എന്താണ്? ആ ഒരു കുങ്കുമവർണ്ണം. പരിമളം പരത്തിയ ഒരു ഇളം കാറ്റ് എന്തോ രഹസ്യം പറയുന്നത് പോലെ തോന്നുന്നു. പരിമളം എന്ന് പറഞ്ഞാൽ എന്താ? സുഗന്ധം. സുഗന്ധം പരത്തിയ കാറ്റ്. കാറ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് തെന്നൽ എന്നൊക്കെ എഴുതാം കേട്ടോ. പരിമളം പരത്തിയ ഒരു ഇളം കാറ്റ് എന്തോ രഹസ്യം പറയുന്നത് പോലെ തോന്നുന്നു. പുൽനാമ്പിലെ വെള്ളത്തുള്ളികൾ സൂര്യകിരണമേറ്റ് തിളങ്ങുന്നു. പുൽനാമ്പില് വെള്ളത്തുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ മഞ്ഞുകാലായിക്കോട്ടെ മഴക്കാലായിക്കോട്ടെ, വെള്ളത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണ്? ആ ഒരു സൂര്യന്റെ കിരണമേറ്റിട്ട് തിളങ്ങുന്നു എന്ന് പറയുന്നു. മഞ്ഞിന്റെ കുപ്പായമിട്ട നീലത്തടാകത്തിൽ കളിവള്ളങ്ങൾ ആരെയോ കാത്തിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. മഞ്ഞിന്റെ കുപ്പായമിട്ട, മഞ്ഞുകാലമാണല്ലേ, ആ ഒരു നീലത്തടാകത്തിൽ വെള്ളം ഒരു നീല കളറിൽ കാണുന്നുണ്ട്. അവിടെ ഒരു കളിവള്ളങ്ങൾ അല്ലേ, കളിവള്ളങ്ങൾ ആരെയോ കാത്തിരിക്കുന്നു. അരുവികൾ കളകളമൊഴുകുന്നു. വയലിലെ നെൽക്കതിരുകൾ നൃത്തം ചെയ്യുന്നു. നേരം വെളുത്തു അല്ലേ? രാവിലെ തന്നെ അരുവികളൊക്കെ കളകളം ഒഴുകുകയാണ്. പാതി വിരിഞ്ഞ പൂക്കൾ സൂര്യനെ നേരെ നോക്കി ഒരു ചെറു പുഞ്ചിരി നീട്ടുന്നു. പാതി, നേരം വെളുത്തിട്ടില്ല, അപ്പൊ പാതി വിരിഞ്ഞു നിൽക്കുന്നുണ്ടാവും പൂവുകൾ. അപ്പൊ പാതി വിരിഞ്ഞ പൂക്കൾ എന്താണ്? സൂര്യനെ നോക്കി ഒരു ചെറു പുഞ്ചിരി നീട്ടുന്നു. പക്ഷികൾ സന്തോഷത്തിന്റെ ഗീതം മൂളുന്നു. പക്ഷികൾ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടും അല്ലേ? പാട്ട് എന്നതിന് പകരം ഗീതം എന്ന് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. പക്ഷികൾ മനോഹരമായി പാടുന്നു എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. ഈ പ്രഭാതം എത്ര സുന്ദരമാണ്! ഒരു പ്രഭാതത്തെ നോക്കിക്കാണുന്നതിൻ്റെ ഒരു വർണ്ണനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയില്ലെങ്കിലും, അല്ലെങ്കിൽ ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മക്കൾക്ക് എഴുതാം. പക്ഷേ അല്പം മനോഹരമായ ഭാഷ ഉപയോഗിക്കണം, ചില പ്രയോഗങ്ങൾ ഉപയോഗിക്കണം. ടീച്ചർ ഇവിടെ പ്രയോഗിച്ച കണ്ടോ? ഇരുട്ടിന്റെ കരിമഷി മെല്ലെ അലിഞ്ഞു അല്ലേ? നേരം വെളുക്കുന്നു എന്നുള്ളതിനാണ് ഇവിടെ അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വളരെ ഉപകാരപ്രദമായ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ടീച്ചർ ലൈവിലും അതുപോലെ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.